ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ഗോഡ്സ് മോർഗൻ ഇങ്ങനെ എഴുതി: നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കായൽപ്പരപ്പ് അകലാപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ഇടുങ്ങിയും പടർന്നുമാണ് പുഴയുടെ കിടപ്പ്. ചിലപ്പോൾ 2 നാഴികയോളം ദൂരത്തിൽ ഒരേ ആഴവും പരപ്പും. പെട്ടെന്ന് കുടുസായി ഇരുഭാഗത്തെ കരകളിലേക്ക് കല്ലെറിഞ്ഞു കൊള്ളിക്കാൻ സാധിക്കും വിധം സ്വയം ചുരുങ്ങുന്നു. തീരങ്ങളിൽ ഉടനീളം കേരവൃക്ഷങ്ങൾ ഇടതൂർന്നു വളർന്നു നിൽക്കുന്നു. ഇടയ്ക്കിടെ വീടുകൾക്കു സമീപമായി പന്തലിച്ചു നിൽക്കുന്ന ഹരിതവൃക്ഷ തലപ്പുകൾ, മുഖ്യമായും പിലാവും കുടപ്പനയും ഈന്തോലപ്പനയും. ചിലപ്പോൾ പുഴയുടെ തീരങ്ങളിലേക്ക് കഴുത്തുനീട്ടി നിൽക്കുന്ന ചമതമരങ്ങളും പുന്നമരങ്ങളും. കാറ്റു വീശുമ്പോൾ അവയുടെ പൂവുകളും കായകളും പുഴയിലേക്ക് വീഴുന്നു. വേലിയിറക്കത്തിനൊത്ത് അതൊക്കെ ചേർന്ന് പരവതാനി പോലെ ഒഴുകുന്നു. ഇടയ്ക്കെല്ലാം നമ്മൾ പാമ്പുകൾക്ക് പവിത്രമായ കാട്ടുപന്തുകളെ കടന്നുപോകുന്നു. ഇപ്പോൾ പൂക്കളുടെ പരവതാനിക്കു പകരം പ്ലാസ്റ്റിക് കുപ്പികളാണ് ഒഴുകി നടക്കുന്നത്. മുതലയും നീർനായയും ഇല്ല. കുടപ്പനയും ഈന്തോലപ്പനയും കുറഞ്ഞു. വേഴാമ്പലുകളെ കാണാനേയില്ല. എങ്കിലും അകലാപ്പുഴ ഇപ്പോഴും സുന്ദരിയായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹലോ, നമ്മളിപ്പോൾ ഉള്ളതേ കോഴിക്കോട്ട് നിന്ന് 13 കിലോമീറ്റർ മാത്രം അകലുള്ള ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ അതിമനോഹരമായ കായലും പുഴയും വെള്ളക്കെട്ടുകളൊക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയട്ടോ, കണ്ടിട്ട് അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇതേപോലുള്ള. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് ഇതാ ആൾക്കാർ അവിടുന്ന് കക്കിയൊക്കെ വരുന്നത് കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. അതാ ആളുകൾ അവിടുന്ന് കക്ക വരുന്നുണ്ട് കേട്ടോ. മുട്ടിന് അടുത്തേ വെള്ളമുള്ളൂ. ഇവിടെ ഒരു തോണിയുണ്ട്. നല്ല പിന്നെ അവിടെ കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾ വരലുണ്ടോ അങ്ങനെ? ആരാ വരലുണ്ട് ഇങ്ങനെ? പരിപാടി ഫാനിൻ്റെ നീ കക്ക വരാൻ പോവാ? അവള് കക്ക വരാൻ പോവുക കേട്ടോ. അതാ ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നടന്നു പോകാൻ. ഞങ്ങളിപ്പം കുറച്ചധികം സമയം ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു സുഹൃത്തിനെ കിട്ടിട്ടോ. ഇവിടെ എൻ്റെ ഇരുന്ന അതിലുള്ള ചാക്കിലുള്ള എന്താ പേരെന്താ? ഷിയാദ്. ഇവൻ ഇവിടെ റെസ്റ്റ് ചെയ്യാന്ന്. ഇവൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ കഷ്ടപ്പെടുക കേട്ടോ. അവിടുന്ന് മുങ്ങി കഷ്ടപ്പെട്ട് പണിയെടുക്കാന്ന്. ഇവൻ ആള് പൊളിയാട്ടോ. ഈശ്വര, ഇവനെന്താ കാണിക്കാൻ പോകുന്നത്?
എരുന്ത് വരാൻ വേണ്ടി കുറേ ആളുകളുണ്ട് കേട്ടോ. കുറേ ആളുകളുണ്ട് വരാൻ വന്നിട്ട്. അവരൊക്കെ അതാ അങ്ങ് ഏകദേശം ഇവിടുന്ന് കരഭാഗത്ത് നിന്ന് ഒരു 200 മീറ്ററൊക്കെ അങ്ങോട്ട് പോയിട്ടാട്ടോ, പുഴേൻ്റെ അകത്തേക്ക് പോയിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അവിടെയൊക്കെ വെള്ളം കുറവാട്ടോ. ഇപ്പം അതാ അങ്ങ് ദൂരെ അവിടെയായിട്ട് ഒരു ഹൗസ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങ് ദൂരെയാട്ടോ. ഇപ്പം കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിരുന്നു കേട്ടോ, തദ്ദേശീയരായിട്ടുള്ള അവരും കൊണ്ടതാ ആ ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആ ഹൗസ് ബോട്ടിൽ നിന്നുള്ള ആ പാട്ടാട്ടോ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയില്ലിരിക്കും എന്തോ. അവരതിൽ വലിയ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ, ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയായിരിക്കും ഇവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ട്രിപ്പ്. ഇങ്ങനെ ഇവിടെ വലുതും ചെറുതുമായിട്ടുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മളിപ്പം നിൽക്കുന്ന കേട്ടോ കാച്ചിറ ബണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. നല്ല കാറ്റും തണലും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ട വഴി അങ്ങനെ വരാൻ പറ്റും. കൂടാതെ കോഴിക്കോട് നിന്ന് പാവങ്ങാട്, പറമ്പത്ത്, പാവയിൽ ചീപ്പ് വഴി അങ്ങനെ വരാൻ പറ്റും. ഗൂഗിളിൽ ഒളവപ്പാറ വ്യൂ പോയിൻ്റ് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ, ഒളവപ്പാറ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.